أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله أشهد أن محمد رسول الله اللهم صل وسلم وبارك عليه فعل الأمر أمر فعل വസ്സാനി മിൻ അഖ്സാമിൽ ഫിഇലി ഫിഇലിൻ്റെ വ്യത്യസ്ത ഇനങ്ങളിൽ നിന്നും രണ്ടാമത്തത് അംറുൻ അംറാണ്. ഒന്നാമത്തത് മാലിയാണ്, രണ്ടാമത്തത് അംറാണ്. വയുറഫുൽ അംറു അംർ അറിയപ്പെടും ബി ഷൈഇനി രണ്ട് കാര്യങ്ങളെ കൊണ്ട് അറിയപ്പെടും. ഒരു ഫിഇല് അല്ലെങ്കിൽ ഒരു പദം അംർ ഫിഇലാണ് എന്ന് രണ്ട് കാര്യങ്ങളെ കൊണ്ട് മനസ്സിലാക്കി എടുക്കപ്പെടാൻ പറ്റും. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് ബിദലാലത്തിഹി അലത്തലബി ബിദലാലത്തിഹി അത് അറിയിക്കും, അലത്തൊലബി തേട്ടത്തിൻ്റെ മേൽ അറിയിക്കും. തേട്ടം ഒരു കൽപ്പന, അതിൻ്റെ മേൽ അറിയിക്കും. മറ്റൊരു പദവും ഇസ്മാവട്ടെ ഫിഇലാവട്ടെ മറ്റൊന്നും തേട്ടത്തിൻ്റെ മേൽ അറിയിക്കുകയില്ല. ഏതോടുകൂടെ മഅ ഖബൂലി യാഇൽ മുഖാത്തബതി മുഖാത്തബത്തിൻ്റെ യാഇനെ സ്വീകരിക്കലോടുകൂടെ, മുഖാത്തബത്തിൻ്റെ യാഇനെ സ്വീകരിക്കുന്നതിനോടൊപ്പം തേട്ടത്തിൻ്റെ മേൽ അറിയിക്കും. എന്നാൽ ചിലത് തേട്ടത്തിൻ്റെ മേൽ അറിയിക്കും, മുഖാത്തബത്തിൻ്റെ യാഇനെ സ്വീകരിക്കൂല. എന്നാൽ മറ്റു ചില തേട്ടത്തിൻ്റെ മേൽ അറിയിക്കൂല, മുഖാത്തബത്തിൻ്റെ യാഇനെ സ്വീകരിക്കും. തഫ്അലീന തഫ്അലീന എന്നുള്ളൊരു യാ ഇല്ലേ? യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന, തഫ്അലു തഫ്അലാനി തഫ്അലൂന, തഫ്അലീന. അതാണ് മുഖാത്തബത്തിൻ്റെ യാ. നമ്മൾ അഭിസംബോധന ചെയ്യുന്ന, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ കൂമീ എന്ന് പറഞ്ഞു. പെണ്ണെ നീ എഴുന്നേറ്റു നിൽക്കൂ, കൂമീ. അപ്പൊ അവിടെ യാ വന്നല്ലോ, യാഇനെ സ്വീകരിച്ചു. അതുപോലെ തേട്ടത്തിൻ്റെ മേലും അറിയിച്ചു. അപ്പൊ ഇത് രണ്ടും വേണം, ഏതെങ്കിലും ഒന്നും പോരാ. തേട്ടത്തിൻ്റെ മേൽ അറിയിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ മുഖാത്തബത്തിൻ്റെ യാഇനെ സ്വീകരിച്ചാൽ മാത്രം പോരാ. എന്തു വേണം? രണ്ടും വേണം. കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ഒന്ന് ലീവ് ചെയ്ത് കയറി, ഒന്ന് ലീവ് ചെയ്ത് കയറി. ഓക്കെ. അപ്പൊ മുഖാത്തബത്തിന്റെ യാഇനെ സ്വീകരിക്കുകയും വേണം, മുഖാത്തബത്തിന്റെ യാഇനെ സ്വീകരിക്കുകയും വേണം, തേട്ടത്തിന്റെ മേൽ അറിയിക്കുകയും വേണം. കൽപ്പിക്കുന്നതിന്റെ മേലിൽ അങ്ങനെ അർത്ഥമുണ്ട് അറിയിക്കുന്നത്.
അതെ അതെ, അർത്ഥം കൊണ്ട് അറിയിക്കും. ഒന്ന് മീനിങ് കൊണ്ടാണ് അറിയിക്കുക, ഒന്ന് ലഫ്ളിൽ നിന്ന് തന്നെ നമുക്ക് അതിനെ സ്വീകരിക്കും. എപ്പോഴും അത് സ്വീകരിക്കണം എന്നില്ല, സ്വീകരിക്കാൻ പറ്റുന്നതാവണം. നോക്കാം, നമുക്ക് പോയി. അതെ, നമ്മളിപ്പോൾ പെണ്ണിനോടും കൽപ്പിക്കണമല്ലോ, സ്ത്രീകളോടും നമ്മൾ കൽപ്പിക്കണമല്ലോ. അമ്രുഫിയിൽ നമ്മുടെ മുമ്പിലുള്ളത് ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചിലത് എന്ന് വെച്ചാൽ അങ്ങനെ ഉൾക്കൊള്ളിക്കാത്ത കൽപ്പന ഉണ്ട്, പക്ഷെ അത് അമ്രാവൂല, അത് ഇസ്മുഫീലാണ്. നോക്കാം, പോയേക്കാം, ഇവിടെ ഉണ്ട്. നെഹ്വു കും, കും എന്ന പദം. കും ഫഇന്നഹു, തീർച്ചയായും ആ കും എന്ന പദം, ദാലുൻ അത് അറിയിക്കും, അലാ തൊലബിൽ ഖിയാമി, നൃത്തം ഉണ്ടാകുന്നതിൻ്റെ മേൽ അറിയിക്കും, നൃത്തത്തിനെ തേടുന്നതിൻ്റെ മേൽ അറിയിക്കും. നിക്കടാ എന്നാണ് അതിൻ്റെ അർത്ഥം. നിക്ക്, നീ നിൽക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മിനിറ്റ്. കൊം എന്നത് താഴത്തോണ്ടേ കിട്ടോ. ദാലുൻ അതറിയിക്കും, അലാ തൊലബിൽ ഖിയാമി, ഖിയാമിൻ്റെ തേട്ടത്തിൻ്റെ മേൽ അറിയിക്കും. വയഖ്ബലു അത് സ്വീകരിക്കുകയും ചെയ്യും, യാ അൽ മുഖാത്തബത്തി, മുഖാത്തബത്തിൻ്റെ യാഇനെ സ്വീകരിക്കുകയും ചെയ്യും. കൂമി, ഏതുപോലെ കൂമി എന്ന് വരുന്നുണ്ട്. കും, കൂമാ, കൂമു, കൂമി എന്നാ വരിക. കൂമി, കൂമ, കുംന, അങ്ങനെയാണ് അതിൻ്റെ അമ്ര് നമ്മൾ സർഫാക്കുക. ഇത് കും എന്നുള്ളത് പറഞ്ഞതാണ്. ഈ ഇൽരിബ് എന്നാണെങ്കിലും അങ്ങനെ തന്നെ. ഇൽരിബ്, ഇൽരിബാ, ഇൽരിബു, ഇൽരിബി ആണോ, യാനെ സ്വീകരിച്ചു. ഇങ്ങനെ മുഖാത്തബത്തിൻ്റെ യാഇനെ സ്വീകരിക്കുകയും ചെയ്യും, ഖിയാം എന്നതിനെ തേടുന്നതിൻ്റെ മേൽ അറിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പറയുന്നു കും എന്ന പദം അംറ് ഫിഅലാണ്. ഇല്ലല്ല, അത് പെണ്ണിന്, പെണ്ണിന് കും എന്നാണ്. ആണിനോട്, ഒരാണിനോട് പറയുമ്പോൾ കും എന്നാ പറയാം, രണ്ടാണിനോട് പറയുമ്പോൾ കൂമാന്ന് പറയും, മൂന്നും അതിൽ കൂടുതൽ ആണുങ്ങളോട് പറയുമ്പോൾ കൂമു എന്ന് പറയും. കൂമീന്ന് ഒരു പെണ്ണിനോട് പറയും, അതാ മുഖാത്തബത്ത് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ഒരു പെണ്ണിനോട് പറയും. ഓക്കെ, അപ്പൊ ഇനി അതിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം പറയാണ്. ഫഇൻ ദല്ലത്തിൽ കലിമത്തു, കലിമത്ത് അറിയിച്ചാൽ, അലത്തൊലബി തേട്ടത്തിൻ്റെ മേൽ അറിയിച്ചു, വലം തഖ്ബൽ യാ അൽ മുഖാത്തബത്തി മുഖാത്തബത്തിൻ്റെ യാഇനെ അത് സ്വീകരിച്ചതും ഇല്ല. ഏതുപോലെ ഖസഹിൻ വ മഹിൻ എന്നതുപോലെ. അല്ലെങ്കിൽ ഔ ഖബിലത്ത് യാ അൽ മുഖാത്തബത്തി മുഖാത്തബത്തിൻ്റെ യാഇനെ സ്വീകരിച്ചു, വലം തദുല്ല അല ത്വലബി ത്വലബിൻ്റെ മേൽ അത് അറിയിച്ചില്ല. ഒന്ന് ഒരടയാളം ഉണ്ടായി, മറ്റടയാളം ഉണ്ടായില്ല. ഏതുപോലെ കത്തഖൂമീന തേട്ടത്തിൻ്റെ മേൽ അറിയിച്ചില്ല. തേട്ടം തേട്ടം ആ ആദ്യത്തെ യാഇനെ സ്വീകരിച്ചില്ല. സ്വഹിൻ മഹിൻ എന്നൊക്കെ പറയുമ്പോൾ അത് തേട്ടത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. മിണ്ടാതിരിക്ക്, മതിയാക്ക് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ തേട്ടം തന്നെയാണല്ലോ. ആ മതിയാക്ക്, അപ്പൊ അങ്ങനെ അതിൻ്റെ മേലെ അറിയിക്കുന്നുണ്ട്. അപ്പോ അതെന്തിൻ്റെ സ്വഹീ എന്ന് പറയില്ല, മുഖാത്തബത്തിന്റെ അതിനെ സ്വീകരിക്കൂല. രണ്ടാമത് പറഞ്ഞത് തഖൂമീന എന്ന് പറയുമ്പോൾ ഒരു യാ ഉണ്ട് അവിടെ, പക്ഷെ അതിൻ്റെ അർത്ഥം നീ ഒരു സ്ത്രീ എഴുന്നേറ്റു നിന്നു എന്നാ അതിൻ്റെ അർത്ഥം. തേട്ടല്ല, തേട്ടമില്ല, തേട്ടത്തിൻ്റെ മേലെന്താകുന്നില്ല, അറിയിക്കുന്നില്ല.
എന്നാൽ ലം തക്കുൻ ഫിഅല അംറിൻ, അത് അംർ ഫീലാവൂല. ഏത് അല്ലല്ല, നമ്മൾ ചെയ്യാൻ വേണ്ടി പറയാ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കും എന്ന് പറഞ്ഞാല് നിൽക്കുക എന്ന പ്രവർത്തനം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇതൊരു തേട്ടമാണ്, ഒരു കൽപ്പന. മിണ്ടാതിരിക്കുക എന്നുള്ളൊരു പ്രവർത്തനം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മിണ്ടരുത്, മിണ്ടാതിരിക്കുക. നീ തന്നെ, നീ മിണ്ടാതെക്ക്. നീ മിണ്ടാതെക്ക്. മറ്റേ പെണ്ണാകുമ്പോഴും നീ ഒരു പെണ്ണ് മിണ്ടാതിരിക്ക്. പെണ്ണെ നീ മിണ്ടരുത്, മിണ്ടാതെക്ക്. നീ നിക്ക്, നീ എഴുത്, നീ വായിക്ക്, ഒക്കെ തേട്ടാണല്ലോ. എഴുതുക എന്ന് പറഞ്ഞ പ്രവർത്തനം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് അതിനെ തേടുകയാണ്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. അപ്പോ രണ്ടടയാളം അംറ് ഫീലാണ് എന്നുള്ളതിന് രണ്ട് അടയാളം. ഒന്ന്, മുഖാത്തബത്തിന്റെ യാഇനെ സ്വീകരിക്കും, തേട്ടത്തിന്റെ മേൽ അറിയിക്കുകയും ചെയ്യും. അപ്പൊ തേട്ടത്തിന്റെ മേൽ അറിയിക്കുന്നില്ല എങ്കിൽ, മുഖാത്തബത്തിന്റെ യാഇനെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അപ്പോഴും അമ്രല്ല. ഈ തേട്ടത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്, മുഖാത്തബത്തിന്റെ യാഇനെ സ്വീകരിക്കുന്നില്ല, അപ്പോഴും അമ്രല്ല. മുഖാത്തബത്തിന്റെ യാഇനെ സ്വീകരിക്കുന്നുണ്ട്, തേട്ടത്തിന്റെ മേൽ അറിയിക്കുന്നില്ല, അപ്പോഴും അമ്രല്ല. രണ്ട് നിബന്ധനകളും രണ്ട് കാര്യവും ഉണ്ടാവണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഇനി നോക്കണേ, എവിടെ അവസാനം എല്ലാത്തിലും അത് വേണമെന്നില്ല. എല്ലാത്തിലും വേണമെന്നില്ല എന്നല്ല, അത് സ്വീകരിക്കണം എന്ന്. മുഖാത്തബത്തിന്റെ യാഇനെ അതിലെന്ത് ചെയ്യണം? അതിനെ സ്വീകരിക്കുന്ന രൂപത്തിലുള്ളതാവണം. എപ്പോഴും അത് ഉണ്ടാവില്ലോ. നമ്മൾ പെണ്ണിനോടാ കൽപ്പിക്കണമെങ്കിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇലിരിബി എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള പെണ്ണിനോടാണ് പറയുന്നത്. നീ അടിക്ക് എന്ന് പെണ്ണിനോട് പറയുകയാണെങ്കിൽ ഇലിരിബി എന്നുള്ള യാ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് യാ ഉണ്ടാവൂല. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞേക്കണു? മുലാരിയായ ഫീല് മാത്രമേ മുഅറബുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഅറബ് ഏതുള്ളൂ? മുലാരി തന്നെ ഉള്ളൂ. അപ്പൊ ഇത് അംറ് മബിനിയാണ്. മാലി നമ്മൾ ഫത്തിന്റെ മേൽ മബിനി എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ ബിന എന്താണ്? ബിനാ ഉഹു, അംറിന്റെ ബിനാ, അംറ് എപ്പോഴും ഒരേ അവസ്ഥയിലായിരിക്കും. ആ ബിനാ എന്താണ്? അല സുക്കൂനി, സുക്കൂനിന്റെ മേലാണ്. ഇറാബല്ല, ബിനാ. മുലാരിയായ ഫീല് മാത്രമേ മുഅറബുള്ളൂ. അംറ് ഫീലുകൾ മബിനിയാണ്. ആ മബിനി എന്തിന്റെ മേല മബിനി? സുക്കൂനി, സുക്കൂനിന്റെ മേല മബിനി. ഏതുപോലെ? ക ഇദ്രിബ് വ ഇദ്ഹബ് പോലെ. ഇദ്രിബ് ആണോ? സുക്കൂനാണ്. ഇദ്ഹബ് സുക്കൂനാണ്. ക്ലിയർ അല്ലേ? സുക്കൂന്റെ മേൽ മബിനിയാണ്. അപ്പൊ നമ്മള് മാലിയെ കുറിച്ച് പറയുമ്പോൾ ഫത്ഹിന്റെ മേൽ മബിനി എന്ന് പറയും. മുലാരിയെ കുറിച്ച് പറയുമ്പോൾ മുഅറബ് എന്ന് പറയും. ഇറാബ് സ്വീകരിക്കും മുലാരി. അംറ് സുക്കൂന്റെ മേൽ മബിനി എന്ന് പറയും. എപ്പോൾ ഒഴികെ? ഇല്ല ഇദാ കാന, ആ അംറ് ആയാൽ ഒഴികെ. അൽ മുഅ്തല്ലൽ ആഖിരി, അവസാനം ഇല്ലത്താക്കപ്പെട്ട അക്ഷരം ആയാൽ ഒഴികെ. ആ ഇപ്പോൾ നമ്മൾ അംറ് ഫീലിൻ്റെ ഇദ്രിബ് അവസാനത്തെ ലെറ്റർ ബ ആണ്. ഇദ്ഹബ് അവിടെയും ബ ആണ്. സ്വഹീഹായ ലെറ്റർ ആണ്, ഇല്ലത്തിൻ്റെ ലെറ്റർ അല്ല. ഇല്ലത്ത് പറഞ്ഞാൽ ലഈഫായ ലെറ്റർ അല്ല. അലിഫും വാവും യാവും ആണ് ലഈഫായ ലെറ്റർ. അപ്പോൾ അവസാനം
ഇല്ലത്താക്കപ്പെട്ടത് ആയാലൊഴികെ. ഇല്ലത്താക്കപ്പെട്ടത് ആയാലാണ് സുക്കൂനിന്റെ മേൽ മബിനി. അപ്പൊ ഇല്ലത്താക്കപ്പെട്ടത് ആയാലോ ഫഅല ഹദ്ഫി ആഖിരിഹി, അതിന്റെ അവസാനത്തെ കളയുന്നതിന്റെ മേലാണ്. അതിന്റെ അവസാനത്തെ കളയും, മബിനിയാകുന്നത് അവസാനത്തെ കളയൽ കൊണ്ടാണ്. ഫഅല ഹദ്ഫി ആഖിരിഹി, അംറിന്റെ അവസാനത്തിനെ കളയുന്നതിന്റെ മേൽ യകൂനു ബിനാഉഹു, അതിന്റെ ബിനാ ഉണ്ടാവുന്നതാണ്. ഇതുപോലെ ക ഉസു ഉണ്ടോ, ഉസു, ഇഖ്ഷ, ഇർമി. അവിടെയൊക്കെ നോക്ക് ഇർമീ ഉണ്ടാവും, യാ ഉണ്ട്, ആ യാനെ കളഞ്ഞതാണ്. ഇഖ്ഷ എന്ന് പറഞ്ഞൊരു അലിഫ് അവിടെ ഉണ്ടാവും, അതിനെ കളഞ്ഞതാ. ഉസു എന്ന് പറഞ്ഞൊരു വാവ് ഉണ്ടാവും, അതിനെ കളഞ്ഞതാ. കാരണം അത് ഇല്ലത്തിന്റെ ലെറ്ററാണ്, അലിഫും വാവും യാവും. അവസാനം ഇല്ലത്തിന്റെ ലെറ്റേഴ്സ് ആയ പദങ്ങൾ ഒഴികെ ബാക്കിയുള്ള അംറുകളൊക്കെ സുക്കൂനിന്റെ മേൽ മബിനിയാണ്. നസറ യൻസുറു, ഉൻസുർ ആണ്, ഉൻസുർ. ളറബ യദ്രിബു, ഇൽരിബ്. ജലസ യജ്ലിസു, ഇജ്ലിസ്. കതബ യക്തുബു, ഉക്തുബ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നേരത്തെ കാമ യഖൂമു, ഖും. അഖദ യഖുദു, ഖുദ്. അതുപോലെ എപ്പോഴും വഇല്ലാ ഇദാ കാന മുസ്നദൻ, അത് ചേർക്കപ്പെട്ടാലും ഒഴികെ, ആ അംറ് ചേർക്കപ്പെട്ടാലും ഒഴികെ. എന്തിലേക്ക്? ലിളമീരി തസ്നിയത്തിൻ, തസ്നിയത്തിന്റെ ലമീറിലേക്ക്, രണ്ടെണ്ണത്തിന്റെ ലമീറിലേക്ക്. ഔ ജംഇൻ ഔ മുഖാത്തബത്തിൻ, മുഖാത്തബത്തിന്റെ ലമീറിലേക്കോ ജംഇന്റെ ലമീറിലേക്കോ തസ്നിയയുടെ ലമീറിലേക്കോ ചേർക്കപ്പെട്ടാൽ ഒഴികെ. അപ്പൊ അവിടെ എന്തുണ്ട്? ഇപ്പൊ ഇദ്ഹബ്, ഇദ്ഹബാ, ഇദ്ഹബു ആണോ. അപ്പൊ ഇദ്ഹബാ എന്നാണ്, അവിടെ ഫത്ഹാണ്, അവസാനം സുക്കൂനാണ്, പക്ഷെ അവിടെ നൂനിനെ കളയൽ കൊണ്ടാണ് മബിനി. ഇദ്ഹബാനി എന്നുണ്ടാവുമല്ലോ ശരിക്ക്, ഇദ്ഹബ്, ഇദ്ഹബാ, ഇദ്ഹബു. അപ്പൊ അവിടെ നൂനിനെ കളയൽ കൊണ്ടാണ്. അപ്പൊ നോക്കണേ, തസ്നിയന്റെ ലമീറിലേക്ക് ജംഇന്റെ ലമീറിലേക്ക് മുഖാത്തബത്തിന്റെ ലമീറിലേക്ക് ചേർക്കപ്പെട്ടാൽ ഒഴികെ. ഏതുപോലെ? കയ്യക്കൂന, ദാവല് പോലെ. നഹ്വ കൂമാ, കൂമു, കൂമി ഉണ്ടോ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഫഅല ഹദ്ഫി നൂനി യകൂനു ബിനാഉഹു, അവിടെ നൂനിനെ കളയൽ കൊണ്ടാണ് അതിന്റെ ബിനാ. കൂമാനി, കൂമൂന, കൂമീന എന്നൊക്കെ ഉണ്ടാവുമ്പോൾ നൂനുണ്ടാവും, ആ നൂനിനെ കളയൽ കൊണ്ടാണ് മബിനി. അപ്പൊ അംറിനിക്ക് 3 അവസ്ഥകൾ ശ്രദ്ധിക്കണേ. അംറിനിക്ക് 3 അവസ്ഥ. 1 സുക്കൂനിന്റെ മേൽ മബിനി, 2 അവസാനം ഇല്ലത്താക്കപ്പെട്ടതാണെങ്കിൽ അവസാനത്തെ കളയുന്നതിന്റെ മേൽ മബിനി. തസ്നിയ, ജംഇ, മുഖാത്തബത്ത്, വഹദാൻ, മുഅന്നസ് അതിലേക്ക് ചേർക്കപ്പെടുന്ന ലമീറിലേക്ക് ചേർക്കപ്പെട്ടാൽ നൂനിനെ കളയൽ കൊണ്ട് മബിനി. തിരിഞ്ഞ മനസ്സിലായോ? ഇറാബ് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാം. നമ്മളൊരു ഫീലിനെ കുറിച്ച്, ഒരു പദത്തിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മാലിയായ ഫീലാണോ? യെസ് മാലിയാണ്. അംറ് ഫീലാണോ? അതെ അംറാണ്. അംറാണെങ്കിൽ എങ്ങനെയാണ് അംറിന്റെ മബിനി? അപ്പൊ ഇദ്രിബ് എന്നാണെങ്കിൽ സുക്കൂന്റെ മേൽ മബിനി എന്ന് പറയും. ഇഖ്ഷ എന്നാണെങ്കിൽ അവസാനത്തെ കളയുന്നതിന്റെ മേൽ മബിനി എന്ന് പറയും. ഇദ്ഹബാ എന്നാണെങ്കിൽ അവസാനത്തെ നൂനിനെ കളയൽ കൊണ്ട് മബിനി. അപ്പോ അവിടെ 3 രൂപത്തിൽ വരും. അപ്പൊ എത്ര അവസ്ഥ ഉണ്ട് അംറിനിക്ക്? 3 അവസ്ഥ ഉണ്ട്. മാലിക്ക് 3 അവസ്ഥ ഉണ്ട്. ഫഅല ഫത്ഹിന്റെ മബിനി, തസ്നിയന്റെയും ജമ്മിന്റെയും ജമ്മിന്റെ വാവിനോട് ചേർന്ന് വരുമ്പോ ഫഅലു വാവിന്റെ മേൽ മബിനി. പിന്നെ ലമീറിന്റെ മേൽ വരുന്ന സമയത്ത് സുക്കൂന്റെ മേൽ മബിനി. മാലിക്ക് നമ്മൾ പറഞ്ഞിരുന്നു. ഏത്? അല്ല തൈനീസിന്റെ താഴ് സുക്കൂന്, അത് അറിയണത്.
മാലിയെ മനസ്സിലാക്കാനുള്ളതാണത്. സുക്കൂനുള്ള തൈലീസിന്റെ താഴ് ചേർന്ന് വരുന്ന മാലിയെ മനസ്സിലാക്കാനാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ 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 നോക്കേ, ഇതണ്ട ഫത്തിഹിന്റെ മേൽ മബനി, പിന്നെ മാലി ജംഇന്റെ വാവിനോട് ചേർന്ന് വരുമ്പോൾ അവസാനം ലമ്മ്, മർഫുവായ ലമീറിനോട് ചേർന്ന് വരുമ്പോൾ അവസാനത്തിന് സുക്കൂന്. ഒക്കെ മൂന്നവസ്ഥ. മാലിക്ക് മൂന്നവസ്ഥ. ഇനി ഇതേപോലെ അമ്രിനിക്കും മൂന്നവസ്ഥ. ഒന്ന്, അവസാനത്തെ കളയൽ കൊണ്ട് ഈഴ്ത്തൽ, മുഴത്തല്ലാണെങ്കിൽ അവസാനത്തെ കളയും, അല്ലെങ്കിൽ അവസാനത്തിന് സുക്കൂൻ ചെയ്യും, അല്ലെങ്കിൽ തസ്നിയയുടെയും ജമ്മിൻ്റെയും മുഖാത്തബത്തിൻ്റെയും ലമീറിനോട് ചേർന്ന് വരുമ്പോൾ നൂനിനെ കളയുന്നതിൻ്റെ മേലാണ് മബനി. ഓക്കെ, ക്ലിയർ അല്ലേ? നൂന് വരുന്നല്ല, നൂന് വരാൻ പാടില്ല. അത് കളയിൽ വേണ്ട മബിനി. മബിനി പറയുമ്പോൾ അങ്ങനെ പറയാം. നൂനേത് അത് അതിനെ കളഞ്ഞിട്ട് മബിനിന്ന് നൂനുണ്ടാവുന്ന പറഞ്ഞാൽ ഇത് ഹബാനി എന്നൊന്നും നമ്മൾ അമ്രായിട്ട് പറയില്ല. നമ്മളിപ്പോ ഇലരിബ് എന്ന് പറഞ്ഞ സുക്കൂന്റെ മേൽ മബിനി എന്ന് പറയുമ്പോൾ സുക്കൂൻ അവിടെ ഉണ്ട്, സുക്കൂനായിട്ട് അവസ്ഥ ഉണ്ട്. മറ്റേത് നൂനിനെ കളയുന്നതിന്റെ മേൽ മബിനി എന്ന് പറഞ്ഞാൽ നൂന് കളഞ്ഞിട്ടേ അത് വരുള്ളൂ. അങ്ങനെ മറ്റോടത്ത് അവസാനത്തെ കളഞ്ഞിട്ടേ വരുള്ളൂ. ഉഹുസു എന്നുള്ളടത്ത് വാവിനെ കളഞ്ഞിട്ടേ വരുള്ളൂ. അത് നമ്മൾ ഒരു ഒറ്റ അവസ്ഥ മാത്രം പറയുമ്പോൾ അംബ്രഫിയിൽ സുക്കൂന്റെ മേൽ മബിനി എന്നാ പറയാം, മാലി ഫത്തുഹിന്റെ മേൽ മബിനി എന്ന് പറയാം. അത് പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് മറ്റേ രൂപത്തിലേക്ക് ആവുന്നത്. ഉണ്ടോ? ഫബാന ബിമാ ദുക്കിറ, അപ്പോൾ പറയപ്പെട്ടത് കൊണ്ട് മനസ്സിലായി, വ്യക്തമായി. അന്നലിൽ അംരി സലാസത്ത് അഹ്വാലിൻ, അംറിനിക്ക് 3 അവസ്ഥകളുണ്ട്. കമാ അന്നൽ മാലിയ കദാലിക, മാലിയും അപ്രകാരം തന്നെയാണ്. മാലിക്ക് 3 അവസ്ഥ നമ്മളിപ്പോൾ കണ്ടില്ലേ, അതേപോലെ അംറിനിക്കും 3 അവസ്ഥകൾ ഉണ്ട്. ഓക്കെ അല്ലേ?